ഓട്ടോമൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഗേജുകളെ കുറിച്ചാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ഈ സെഷന്റെ അവസാനം ഒരു വാഹനത്തിലെ വിവിധ ഗേജുകളുടെ സ്ഥാനം, ഇന്ധനത്തിന്റെ ഉദ്ദേശം, പ്രവർത്തനം, താപനില, ഓയിൽ പ്രഷർ ഗേജ് എന്നിവയെക്കുറിച്ച് വ്യക്തമാകും. ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രത്യേക സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നത് ഗേജുകളാണ്. വാഹനത്തിന്റെ ഡാഷ്ബോർഡിലാണ് ഈ ഗേജുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇലക്ട്രിക്കലായി പ്രവർത്തിക്കുന്ന ചില ഗേജുകൾ നോക്കാം. ആദ്യത്തേത് ഫ്യൂവൽ ഗേജ്. ഇത് ബാലൻസിംഗ് കോയിൽ ടൈപ്പാണ്. രണ്ടാമത്തേത് ടെമ്പറേച്ചർ ഗേജ്. ഇത് ബാലൻസിംഗ് കോയിൽ ടൈപ്പാണ്. മൂന്നാമത്തെ ഓയിൽ പ്രഷർ ഗേജ്. ഇതും ബാലൻസിംഗ് കോയിൽ ടൈപ്പ്. ഇന്ധന ടാങ്കിൽ ലഭ്യമായ ഇന്ധനത്തിന്റെ അളവറിയാൻ ഫ്യൂവൽ ഗേജ് ഉപയോഗിക്കുന്നു. ഇതിൽ ഒരു ടാങ്ക് യൂണിറ്റും ഇൻഡിക്കേറ്റർ യൂണിറ്റും അടങ്ങിയിരിക്കുന്നു. 2 യൂണിറ്റുകളും ഇഗ്നിഷൻ സ്വിച്ച് വഴി ബാറ്ററിയിലേക്ക് ഒരൊറ്റ വയർ ഉപയോഗിച്ചാണ് ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ 2 യൂണിറ്റുകളിലൂടെയും കറണ്ട് കടന്നുപോകുന്നു. ടാങ്ക് യൂണിറ്റ് ഇന്ധന ടാങ്കിലും ഇൻഡിക്കേറ്റർ യൂണിറ്റ് ഡാഷ്ബോർഡിലും ഘടിപ്പിച്ചിരിക്കുന്നു. ടാങ്ക് യൂണിറ്റിൽ ഒരറ്റത്ത് ഫ്ലോട്ടും മറ്റേ അറ്റത്ത് ഒരു സ്ലൈഡിംഗ് കോണ്ടാക്റ്റും വേരിയബിൾ റെസിസ്റ്റൻസുമുള്ള ഒരു ഹിഞ്ചഡ് ആമും ഘടിപ്പിച്ചിരിക്കുന്നു. സ്ലൈഡിംഗ് കോണ്ടാക്റ്റ് റെസിസ്റ്റൻസിനൊപ്പം നീങ്ങുന്നു. ടാങ്കിലെ ഇന്ധനത്തിന്റെ അളവ് മാറുന്നതിനനുസരിച്ച് ഫ്ലോട്ടാം മുകളിലേക്കും താഴേക്കും നീങ്ങുന്നു. ഫ്ലോട്ടാമിന്റെ ചലനം സർക്യൂട്ടിലെ റെസിസ്റ്റൻസിലും മാറ്റം വരുത്തുന്നു. പാനൽ ബോർഡിൽ ഗേജ് യൂണിറ്റ് ഘടിപ്പിച്ചിരിക്കുന്നു. ടാങ്ക് യൂണിറ്റിന്റെ ടെർമിനലിലേക്കും ഇഗ്നിഷൻ സ്വിച്ചിലേക്കും യഥാക്രമം 2 ടെർമിനലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൽ 2 കോയിലുകളും മാഗ്നറ്റ് ഘടിപ്പിച്ച ഒരു പോയിന്ററും അടങ്ങിയിരിക്കുന്നു. ഫ്യൂവൽ ഗേജ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നോക്കാം. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് കോയിലുകളിലേക്ക് ഒഴുകുകയും ഒരു കാന്തിക ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്യുന്നു. ടാങ്ക് നിറയുമ്പോൾ ഫ്ലോട്ട് മുകളിലേക്ക് ഉയരുകയും സ്ലൈഡിംഗ് കോണ്ടാക്ട് റെസിസ്റ്റൻസ് കോയിലിലെ ഉയർന്ന പ്രതിരോധമുള്ള സ്ഥാനത്തേക്ക് നീക്കുകയും ചെയ്യുന്നു. കോയിലിലൂടെ ഒഴുകുന്ന കറണ്ട് കോയിലിലൂടെയും ഒഴുകുന്നു. കോയിലിന്റെ കാന്തികത ദുർബലമാകുന്നു. പിന്നീട് കോയിലിന്റെ കാന്തികത കൂടുതൽ ശക്തമാവുകയും ആർമേച്ചറും പോയിന്ററും ഡയലിന്റെ മുഴുവൻ ഭാഗത്തേക്ക് വലിക്കുകയും ചെയ്യുന്നു. ഇന്ധനനില കുറയുമ്പോൾ ടാങ്കിലെ ഫ്ലോട്ട് താഴേക്ക് വീഴുകയും പ്രതിരോധം കുറയുകയും ചെയ്യുന്നു. ഇതുവഴി കോയിലിന് ചുറ്റുമുള്ള കാന്തിക ക്ഷേത്രത്തെ ശക്തിപ്പെടുത്തുകയും ഡയലിന്റെ ശൂന്യമായ ഭാഗത്തേക്ക് ആർമേച്ചറും പോയിന്ററും ഫോഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. എഞ്ചിന്റെ കൂളിംഗ് സംവിധാനത്തിലെ ജലത്തിന്റെ താപനില അറിയാൻ ടെമ്പറേച്ചർ ഗേജ് ഉപയോഗിക്കുന്നു. എഞ്ചിൻ അമിതമായി ചൂടാകുന്നതിനെതിരെ ഇത് ഡ്രൈവറിന് മുന്നറിയിപ്പ് നൽകുന്നു. എഞ്ചിൻ കൂളന്റിൽ മുക്കിയ എഞ്ചിൻ യൂണിറ്റ് ഒരു പെല്ലറ്റിന്റെ രൂപത്തിൽ സിലിണ്ടർ ഹെഡിലോ സിലിണ്ടർ ബ്ലോക്കിലോ കാണപ്പെടുന്നു. ഒരു പ്രത്യേകതരം വസ്തുവാൽ നിർമ്മിച്ച ഇത് താപനില കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയും താപനില വർദ്ധിക്കുമ്പോൾ കൂടുകയും ചെയ്യുന്നു. റെസിസ്റ്റൻസ് യൂണിറ്റ് ഡാഷ്ബോർഡിലാണ് നൽകിയിരിക്കുന്നത്. ഇത് പാനൽ ബോർഡിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഡാഷ് യൂണിറ്റിൽ ഒരു ഡയൽ പോയിന്റർ, ഒരു കാന്തം, ഒരു കോയിൽ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഗേജിന്റെ 2 ടെർമിനലുകൾ ഇഗ്നിഷൻ സ്വിച്ചിലേക്കും എഞ്ചിൻ യൂണിറ്റിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇഗ്നിഷൻ സ്വിച്ച് വഴി ബാറ്ററിയിൽ നിന്ന് ഓപ്പറേറ്റിംഗ് കറണ്ട് വിതരണം ചെയ്യുന്നു. ശീതീകരണ താപനില ഉയരുമ്പോൾ എഞ്ചിൻ യൂണിറ്റ് ചൂടാകുന്നു. എഞ്ചിൻ യൂണിറ്റ് താപനില ഉയർന്നതായിരിക്കുമ്പോൾ പ്രതിരോധം കുറയുകയും കൂടുതൽ കറന്റ് സൂചിപ്പിക്കുന്ന യൂണിറ്റുകൾ വലത് കോയിലിലേക്ക് കടന്നു പോകുകയും ചെയ്യുന്നു. 2 കോയിലുകൾക്കിടയിലുള്ള കാന്തിക ക്ഷേത്രത്തിന്റെ ശക്തിയിലെ വ്യത്യാസം വർദ്ധിക്കുകയും ഉയർന്ന താപനില സൂചിപ്പിക്കാൻ ആർമേച്ചറും പോയിന്ററും വലതുവശത്തേക്ക് നീങ്ങുകയും ചെയ്യുന്നു.
എഞ്ചിൻ കൂളന്റ് താപനില കുറയുമ്പോൾ പ്രതിരോധം ഉയർന്നതായിത്തീരുന്നു. ഇത് ലെഫ്റ്റ് കോയിലിലൂടെ കുറഞ്ഞ വൈദ്യുതി പ്രവാഹത്തിന് കാരണമാകുന്നു. കാന്തികക്ഷേത്രം കുറയുകയും താഴ്ന്ന താപനില സൂചിപ്പിക്കാൻ ആർമേച്ചറും പോയിന്ററും ഇടതേക്ക് നീങ്ങുകയും ചെയ്യുന്നു. എഞ്ചിന്റെ പ്രവർത്തന സമയത്ത് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ മർദ്ദം അറിയാൻ ഓയിൽ പ്രഷർ ഗേജ് ഉപയോഗിക്കുന്നു. കൂടാതെ ലൂബ്രിക്കേഷൻ സിസ്റ്റം പെട്ടെന്ന് ഫെയിലാകുന്ന സാഹചര്യത്തിൽ ഡ്രൈവറിന് മുന്നറിയിപ്പ് നൽകുന്ന സിഗ്നലായി ഇത് പ്രവർത്തിക്കുന്നു. 2 തരം ഓയിൽ പ്രഷർ ഗേജുകൾ ലഭ്യമാണ്. അവ ബോർഡൻ ട്യൂബ് ടൈപ്പ് ഗേജ് അഥവാ നോൺ ഇലക്ട്രിക്, ബാലൻസിംഗ് കോയിൽ ടൈപ്പ് അഥവാ ഇലക്ട്രിക് എന്നിവ. ബോർഡൻ ട്യൂബ് ഗേജ് ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒന്നല്ല. കാരണം ഇതിന് ചില പോരായ്മകളുണ്ട്. കണക്റ്റിംഗ് ട്യൂബ് ജോയിന്റുകളിൽ ലീക്ക് ആകാൻ സാധ്യതയുണ്ട്. ആധുനിക വാഹനങ്ങളിൽ ബാലൻസിംഗ് കോയിൽ ടൈപ്പ് അഥവാ ഇലക്ട്രിക് ഓയിൽ പ്രഷർ ഗേജുകൾ ഉപയോഗിക്കുന്നു. ഓയിൽ പ്രഷർ ഗേജിൽ 2 യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്നു. ഒന്ന് എഞ്ചിൻ, 2 ഡാഷ് യൂണിറ്റ്. എഞ്ചിൻ യൂണിറ്റിൽ ഒരു ഡയഫ്രം, സ്ലൈഡിംഗ് കോണ്ടാക്ട്, വേരിയബിൾ റെസിസ്റ്റൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. ഡാഷ് യൂണിറ്റിൽ 2 കോയിലുകളും ഒരു കാന്തം ഘടിപ്പിച്ച പോയിന്ററും അടങ്ങിയിരിക്കുന്നു. 2 കോയിലുകളും ഇഗ്നിഷൻ സ്വിച്ച് വഴി ബാറ്ററിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഓയിലിന്റെ മർദ്ദം വർദ്ധിക്കുമ്പോൾ ഡയഫ്രം പുറത്തേക്ക് തള്ളുന്നു. ഈ പ്രവർത്തനം എഞ്ചിൻ യൂണിറ്റിലെ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു. ഡാഷ് യൂണിറ്റിന്റെ റൈറ്റ് ആം കോയിൽ ലെഫ്റ്റ് ആം കോയിലിനേക്കാൾ കാന്തികമായി ശക്തമാകുന്നു. ഇതിന്റെ ഫലമായി ആർമേച്ചറും പോയിന്ററും വലതുവശത്തേക്ക് നീങ്ങുന്നത് ഉയർന്ന ഓയിൽ പ്രഷറിനെ സൂചിപ്പിക്കുന്നു. മെയിൻ സ്വിച്ചിൽ കീ വയ്ക്കുക. കീ ഓൺ സ്ഥാനത്തേക്ക് തിരിക്കുക. ഫ്യുവൽ ഗേജ് റീഡിംഗ് 0 നിന്ന് ഫുൾ എന്ന് കാണിക്കുന്നത് വരെ നോക്കുക. കുറഞ്ഞ താപനില കാണിക്കുന്ന ടെമ്പറേച്ചർ ഗേജിന്റെ റീഡിംഗ് നിരീക്ഷിക്കുക. ഓയിൽ പ്രഷർ ഗേജും നിരീക്ഷിക്കുക. ടെമ്പറേച്ചർ ഗേജിൽ ജലത്തിന്റെ താപനില നിരീക്ഷിക്കുക. ഓട്ടോമൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ഗേജുകളെ കുറിച്ചാണ് ഈ സെഷനിൽ വിവരിക്കുന്നത്. ഈ സെഷന്റെ അവസാനം ഒരു വാഹനത്തിലെ വിവിധ ഗേജുകളുടെ സ്ഥാനം, ഇന്ധനത്തിന്റെ ഉദ്ദേശം, പ്രവർത്തനം, താപനില, ഓയിൽ പ്രഷർ ഗേജ് എന്നിവയെക്കുറിച്ച് വ്യക്തമാകും.